അമ്മയെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മായിയുള്ളിടത്തേക്ക് എൻ്റെ ലക്ഷ്മി മരുമകളായിട്ട് ചെല്ലാൻ പോവുക. പക്ഷേ ശിവാനി മാത്രം ഇഷ്ടമില്ലാത്ത വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോവുക. എൻ്റെ സഹോദരിയുടെ ജീവിതം നല്ലതാകാൻ വേണ്ടി എങ്ങനെയെങ്കിലും ശിവാനിയുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ മനസ്സിലാതെ ആഗ്രഹിച്ചു പോയി. ഞങ്ങളുടെ ഭാവി മരുമകൾക്ക് നെക്ലസ് വാങ്ങി വന്നിട്ടുണ്ട് ചേട്ടാ. എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. എടാ, ഇത് പെണ്ണിന്റെ കഴുത്തിൽ ഇട്ടു കൊടുക്കടാ. എന്താ നോക്കുന്നത് സാർ? ഞാനെന്താ കള്ളനാണെന്ന് വിചാരിച്ചോ? മനസ്സിലായില്ലേ? ഞാൻ നല്ലവനായ ഒരുത്തൻ. എന്റെ മൂത്ത മോളുടെ കല്യാണമാ. അവളെ കല്യാണം കഴിക്കുന്നതേ പോലീസ് ഓഫീസറാ, അറിയോ? അങ്ങനെയാണോ സാർ? കല്യാണത്തിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാമെന്നാണ് സാർ. അതെ സേട്ടെ. ആ ചെയിനിന് എന്ത് വിലയാ? അതാണോ? അത് 90,000. 90,000? അത്രയും എൻ്റെ കയ്യിലില്ല. ഒരു 10,000-ത്തിനുള്ള ചെയിൻ ഉണ്ടാവോ? 25,000-ത്തിന് പോലും ചെയിൻ കിട്ടില്ല സാർ. ഹലോ, പറയൂ സാർ. സാർ ഞാൻ ഒരു മോതിരം വിൽക്കാൻ വേണ്ടി കടയിൽ വന്നതാ. ഒരു കാര്യം ചെയ്യാമോ? ആ 10,000 രൂപ എനിക്ക് തരാമെങ്കിൽ ഈ 50,000 രൂപ വിലയുള്ള മോതിരം ഞാനങ്ങ് തരാം. അങ്ങനെയോ? എവിടെ മോതിരം? ഞാൻ നോക്കട്ടെ. ശരി. ഈ മോതിരം നീ മോട്ടിച്ചോണ്ട് വന്നതല്ലേ? ഞാൻ മോഷ്ടിച്ചൊന്നും അല്ല ചേട്ടാ. എടാ, സത്യം പറയടാ, എവിടുന്നാടാ ഈ മോതിരം കിട്ടിയേ? പറയടാ. എടാ, ഇതെന്റെ ഭാര്യ സാവിത്രിയുടേതാ. അവൾക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൊടുത്ത മോതിരമാടാ ഇത്. പറ, മര്യാദക്ക് പറയടാ, എവിടുന്നാ മോഷ്ടിച്ച്? പറയടാ. നിക്കണ അവിടെ.
അയം മുഹൂർത്ത ശുഭമുഹൂർത്തോസ്തു. ഓം ഗണാനാന്ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമസ്രവസ്തമം. ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദാന ശൃണ്വന്നോതിഭിസ്യേദ സാദനം. ശ്രീമഹാഗണാധിപതയേ നമഃ. എടാ, എന്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് എന്റെ ഭാര്യയ്ക്ക് സമ്മാനമായി കൊടുത്ത ഒരേ ഒരു മോതിരമാണത്. അതവൾക്ക് ജീവനാ. അവളിപ്പോ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ ഇപ്പോ നിന്റെ ജീവൻ ഞാൻ എടുക്കാൻ പോവാ. വേണ്ട വേണ്ട, ഞാനല്ല അത് മോഷ്ടിച്ചത്. ആ മോതിരം ഞാനല്ല എടുത്തത്. സത്യം പറ. ഞാൻ സത്യമാണ് പറഞ്ഞത്, ഞാനല്ല അത് എടുത്തത്. എന്നാൽ ആരാണ് ഇത് എടുത്തതെന്ന് പറ. എന്റെ വീട്ടിനകത്ത് ഒന്ന് മോഷ്ടിച്ചെങ്കിൽ ആ 10 ലക്ഷവും നീ തന്നെയായിരിക്കും മോഷ്ടിച്ചത്. പറ. ഇല്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അരിഞ്ഞു തള്ളു. വേണ്ട വേണ്ട, ഞാൻ എല്ലാം പറയാം. അത് ഞാൻ ഒരു കള്ളനായതുകൊണ്ട് ആ ദേവരാജൻ സാറ് എന്നോട് പോയി മോഷ്ടിക്കാൻ പറഞ്ഞു. ഇത് പിടിക്കേ. അത് സാരമില്ല സാർ. ഡാ, ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച പണം മോഷ്ടിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും പങ്കുവെക്കണമെന്ന് പറയാറുണ്ട്. ഇല്ലെങ്കിൽ പാപം കിട്ടുമെന്നാ ചൊല്ല്. പിടിക്കാൻ കൂട്ടും. ഞാനായിട്ട് അത് മോഷ്ടിച്ചതല്ല, അയാളെ എന്നോട് മോഷ്ടിക്കാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ദേവരാജനാണ് ഈ മോഷണത്തിന് പിന്നിൽ. അതെ ചേട്ടാ, ഞാനായിട്ട് മോഷ്ടിച്ചതൊന്നുമല്ല. ദേവരാജോ, അവൻ പണം മോഷ്ടിച്ചിട്ട് ലക്ഷ്മിക്ക് വന്ന നല്ലൊരു കല്യാണാലോചന മുടക്കിയെങ്കിൽ അതവന്റെ നാടകമായിരുന്നു. ഞങ്ങൾ വഴിമാറിയാൽ നിങ്ങൾ ഇവിടുന്ന് പോവും. പക്ഷേ നിങ്ങൾ വഴിമാറിയാൽ അതിനൊപ്പം ലക്ഷ്മിയും കൂടെ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ അവളെ ഞാൻ കല്യാണം കഴിച്ചോളാം. എന്റെ മകനെ പറ്റിച്ചു, പണം മോഷ്ടിച്ച് കല്യാണം മുടക്കി. ഞാൻ എന്റെ മകനോട് പറഞ്ഞ് ഈ കല്യാണം നിർത്തിക്കും. ഞാൻ ഒരിക്കലും അവൻ എന്റെ മകനെ കൊടുക്കില്ല. ഒരു ചെറിയ ചടങ്ങ് പോലും കല്യാണം പോലല്ലേ ഇവർ നടത്തുന്നേ. അതെ ചേച്ചി, ദേവൻ ചേട്ടനെയും ലക്ഷ്മി ചേച്ചിയും കാണുമ്പോൾ സീതാരാമന്മാരെ പോലെ തോന്നുന്നത്. പക്ഷെ ശിവാനിയെ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല. വിവാഹത്തിന് ഇഷ്ടമില്ലാത്തോണ്ടാ വീട് വിട്ട് പോകാൻ നോക്കിയേ. പക്ഷെ ഗോവിന്ദനമ്മാവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഏട്ടാ ശിവാനിയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്. മുതിർന്നവരെ അനുസരിച്ചത് കൊണ്ട് ഗായത്രി ചേച്ചിക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇനി ശിവാനിയുടെ അവസ്ഥ എന്താവോ എന്ന്. എന്നുവെച്ചാ ഈ കല്യാണം നടക്കില്ലേ? മിണ്ടാതിരിക്കേ. ഹലോ സാർ, ഗൗതമന്റെ അച്ഛൻ എന്നെ കണ്ടുപിടിച്ചു സാർ.
എങ്ങനെ? അന്ന് ഞാൻ 10 ലക്ഷം രൂപ മോഷ്ടിച്ചപ്പോൾ അതിൻ്റെ കൂടെ അവൻ്റെ അമ്മയുടെ മോതിരവും മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് അയാൾ പിടിച്ചത് സാർ. ശരി, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. സാർ ഒരു മിനിറ്റ് സാർ. എന്നെ കൊല്ലുമെന്നുള്ളൊരു പേടിയിൽ ആ 10 ലക്ഷം മോഷ്ടിക്കാൻ പറഞ്ഞത് സാറാണെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ഇതെല്ലാം അയാളുടെ മകൻ ഗൗതത്തിനോട് പറയാൻ വേണ്ടിയിട്ട് അയാൾ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് സാർ. സാറൊന്ന് സൂക്ഷിച്ചോണേ, ഞാൻ വയ്ക്കുകയാണ്. അയാളങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഞാനും ലക്ഷ്മിയിലുള്ള കല്യാണം നടക്കില്ല. ഗൗതമിനെ എന്തു ചെയ്യുന്നു ഒന്നും പറയാൻ പറ്റില്ല. അവനിതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ചടങ്ങിന് മുമ്പ് എന്താ ദേവ പോകുന്നത്? അത് പിന്നെ മുത്തശ്ശി, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് സ്റ്റേഷനിലേക്ക് പോകണം. എൻ്റെ സീനിയർ ഓഫീസർ വരുന്നുണ്ട്. 1/2 മണിക്കൂറിനുള്ളിൽ ഞാനിങ്ങെത്താം. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. എന്റെ പേരക്കുട്ടി പോലീസുകാരനല്ലേ? 24 മണിക്കൂറും അവന് ജോലി ഉണ്ടായിരിക്കും. ഗൗതമിന്റെ അച്ഛൻ മുകുന്ദൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ പോലീസിന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു കേസ് എടുത്ത് അയാളുടെ തലയിലിട്ട് ഇവിടെ വരാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യണം. ഗൗതമിന്റെ വീട്ടിൽ നിന്ന് ഞാനാണ് ആ 10 ലക്ഷം രൂപ മോഷ്ടിക്കാൻ പറഞ്ഞെന്ന് ഇവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ആകെ നാണക്കേടാവും. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. ഏട്ടാ, എനിക്ക് ഇഷ്ടമില്ലാത്ത ഈ കല്യാണം ഏട്ടന് ഉറപ്പായും തടയില്ലേ? ശിവാനി, ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷനിൽ ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതല്ല ഏട്ടാ, നിർബന്ധിച്ച എന്റെ നിശ്ചയം നടത്തിയത്. എനിക്ക് നന്നായിട്ട് പഠിച്ച് ഏട്ടനെ പോലൊരു പോലീസ് ഓഫീസർ ആകണമെന്ന് ആഗ്രഹം. എന്റെ സ്വപ്നങ്ങൾ വേറെയാ. ശിവാനി, നമുക്ക് പിന്നെ സംസാരിക്കാം. അതിനുള്ള സമയമില്ല ഏട്ടാ. മഞ്ഞളിടുന്ന ചടങ്ങ് ഉടനെ തന്നെ കഴിയും. എപ്പോ വേണമെങ്കിലും കല്യാണം നടക്കും. എന്റെ ജീവിതവും ഗായത്രി ചേച്ചിയെ പോലെ ആകാൻ പോവാ. ഞാൻ വന്നതിന് ശേഷം നിന്നോട് സംസാരിക്കാം. എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് പോവാം. സത്യം ചെയ്യേട്ടാ, ഈ കല്യാണം നടത്താൻ സമ്മതിക്കില്ലാന്ന് എനിക്ക് വാക്ക് തന്നിട്ട് പോ. പ്ലീസ് ഏട്ടാ, പ്ലീസ് പ്ലീസ് ഏട്ടാ, പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേക്കേട്ടാ. പ്ലീസ് ഏട്ടാ, ഏട്ടാ പ്ലീസ് ഈ കല്യാണം എങ്ങനെയെങ്കിലും തടയണം ഏട്ടാ, പ്ലീസ്. സോറി ശിവാനി, ഞാൻ അപ്പോഴത്തെ ടെൻഷനിൽ അറിയാൻ നിന്നെ അടിച്ചു പോയതാ. ഐ എം വെരി സോറി. അർജന്റായിട്ട് എനിക്ക് ജോലിയുണ്ട്. പോയിട്ട് ഞാൻ പെട്ടെന്ന് എത്താം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ പോയിട്ട് വരാമേ. സോറി മോളെ. ശരി എന്നാ.
നിങ്ങൾ എൻ്റെ കൂടെ വാ. എടോ രാജു, കൊച്ചു മുതലാളി വിളിക്കുന്നു, വാടാ. ശരി, പോവാം. സാറേ, ഈ തുണിയിൽ ദക്ഷിണ വെച്ചാട്ടെ. വധുവാണെങ്കിൽ മുറിയിലേക്ക് പോയിരിക്കുന്നു, വരനാണെങ്കിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്കും പോയിരിക്കുന്നു. അവർ വരാൻ താമസിക്കുമെങ്കിൽ ഞാൻ ഈ കർമ്മം ചെയ്തേക്കാം. ഗീതേ, പോയി ശിവാനിയെ വിളിച്ചോണ്ട് വാ. ശിവാനി, ശിവാനി, പൂജയ്ക്കിരിക്കാതെ നീ എങ്ങോട്ടാ പോയത്? നീ അടുത്ത റൂമിൽ പോയാലും അടുത്ത ഏതോ നാട്ടിൽ പോയതുപോലെയുണ്ട്. മോളെ, നിന്റെ അച്ഛന്റെ കൈകൊണ്ട് അരിയിൽ ദക്ഷിണ വെക്കാൻ പറയൂ. അതെ, ഗോവിന്ദരാജേ, പൂജാരിക്കാണെങ്കിലും ജ്യോത്സ്യനാണെങ്കിലും നമ്മൾ ചില്ലറ കൊടുക്കാൻ പാടില്ല. നോട്ടുകെട്ടായിട്ടേ കൊടുക്കാവൂ. ഇത് കൊടുക്ക. മോളെ, നിന്റെ അച്ഛന്റെ കൈകൊണ്ട് ദക്ഷിണ വെക്കാൻ പറയൂ. അവളുടെ അച്ഛൻ ഇവിടെ എവിടെയാ ഉള്ളത്? ഏതെങ്കിലും ചാരായ ഷാപ്പിൽ കുടിച്ച് കിടക്കായിരിക്കും. എന്താ ദേഷ്യം വരുന്നുണ്ടോ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ആ ശരി, ഇപ്പൊ അതൊക്കെ എന്തിനാ? ആദ്യം ദക്ഷിണ വെക്കി. കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 5-6 നോട്ടെടുത്ത് വെക്കി. ചില്ലറ വെച്ചാ നന്നായിരിക്കില്ല. അഞ്ചാറെണ്ണം ഉണ്ടോ? അതല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും തന്ന് സഹായിക്കണോ? അമ്മായി പറയുന്നത് ഗൗതം സഹിച്ചോളൂ. പക്ഷേ നാളെ ഈ വീട്ടിൽ ജീവിക്കാൻ പോകുന്ന ലക്ഷ്മി, അവൾക്ക് എത്രമാത്രം വിഷമാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സത്യം പറയുന്നതിന് ഞാനെന്തിനാ ആലോചിക്കണം? ഈ പണം ചിലപ്പോൾ അവർക്ക് ചില്ലറയായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അവരെ പോലെ ചില്ലറ ബുദ്ധിയല്ല എനിക്ക്. ഒരു കാര്യമുണ്ട് അമ്മായി, ഞങ്ങളുടെ അച്ഛൻ ലക്ഷ്മിയുടെ കല്യാണം കഴിയുന്നത് വരെ കുടിക്കില്ല എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. തന്ന വാക്കവൻ പാലിക്കുവോ? കൊടുത്ത വാക്ക് തെറ്റിക്കുന്നത് ഒരിക്കലും ഞങ്ങളല്ല. എന്ത് തെറ്റാരോട് ചെയ്താലും അത് ന്യായീകരിച്ച് നടക്കുന്ന കുറേ പേരുണ്ട് ഇവിടെ. ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങളുടെ മകനോട് തന്നെ ചോദിച്ചു നോക്കാം.